Hi friends, എല്ലാവർക്കും ഹൈഹോപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ കുറേ തിയറംസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ കോഡ് ഒരു സർക്കിളിൽ നമ്മൾ വരയ്ക്കുന്ന കോഡ്, ആ കോഡിനെ നമ്മൾ അതേ സർക്കിളിൻ്റെ റേഡിയസ് എന്ത് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ സർക്കിളിനെ ബേസ് ചെയ്തിട്ട് 1-2 അല്ലെങ്കിൽ 3-4 തിയറംസും അതിൻ്റെ ആപ്ലിക്കേഷൻസും മാത്രമേ ഈ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളൂ. ഈ തിയറംസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിരിക്കും. പിന്നീട് കുറച്ച് പടം വരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ തിയറമാണ്. ഫസ്റ്റിലി തന്നെ നിങ്ങൾ പഠിക്കേണ്ട തിയറമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു സർക്കിളുണ്ട്. അതിൻ്റെ ഇതാണ് ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് കാണിച്ചിരിക്കുന്നത്. സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായിരിക്കും, അതൊരു ഡയമീറ്റർ ആയിരിക്കും. ആ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റ്സ് കേട്ടോ, ഇതാണ് എൻഡ് പോയിന്റ്സ്, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ്. പേര് കൊടുക്കാം. ഓ സെൻറ്ററിൽ നമുക്ക് O എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഡയമീറ്ററിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ആ പോയിന്റ് നമ്പർ C എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഡയമീറ്റർ AB യുടെ 2 എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള A, B എന്നീ പോയിന്റുകൾ സർക്കിൾ ഓൺ ദ സർക്കിൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, യോജിപ്പിച്ചിരിക്കുകയാണ്. അതായത് സർക്കിളിലെ ഒരു പോയിന്റാണ് ഈ C. ഈ സിയിലേക്ക് തന്നെയാണ് നമ്മൾ യോജിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കിട്ടുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് ആംഗിൾ. എന്താണ്, അവിടെ 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമ്മുടെ ഒന്നാമത്തെ തിയറം പഠിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ മാത്രമല്ല, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, അതിന് D എന്ന് പേര് കൊടുത്തു, അതിന് അവിടെ ജോയിൻ ചെയ്താലും എന്ത് തന്നെ കിട്ടും, നമുക്ക് റൈറ്റ് ആംഗിൾ തന്നെ കിട്ടും. ഇനി അപ്പുറത്തൊക്കെ മാറ്റി ഒരു പോയിന്റ് ഇട്ട് അവിടെ P എന്ന് കൊടുക്കുകയാണ്, അതിനെ നമ്മൾ 2 പോയിന്റിലേക്ക് ജോയിൻ ചെയ്താലും എന്ത് തന്നെ കിട്ടും, അവിടെ തന്നെ എന്ത് തന്നെ കിട്ടും, 90 ഡിഗ്രി ആണ് കിട്ടും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് വി ജോയിൻ ദ എൻഡ് പോയിന്റ്സ് ഓഫ് എ ഡയമീറ്റർ, അതായത് ഒരു ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് എങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു, ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ. പോയിന്റ് ഓൺ ദ സർക്കിൾ, പോയിന്റ് ഓൺ ദ സർക്കിൾ. അപ്പൊ പോയിന്റ് ഓൺ ദ സർക്കിൾ, അതായത് ഏതെങ്കിലും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറെ ഒരു രീതി നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഡയമീറ്റർ ഈ ഭാഗം നമ്മൾ മായ്ച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ കിട്ടിയ സാധനം എന്തുവാ, ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്തുവാ, ഇതാണ് ഒരു സെമി സർക്കിൾ, മലയാളത്തിൽ അർദ്ധവൃത്തം എന്ന് പറയും. അപ്പൊ ഇനി നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് പറയാം, ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ സെമി സർക്കിളിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കണം. സർക്കിളിലാണെങ്കിൽ അതിന്റെ ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിലെ ഒരു പോയിന്റ്, ഓൺ ദ സർക്കിൾ എന്ന സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റൈറ്റ് ട്രയാംഗിൾ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ഓൺ എ സെമി സർക്കിൾ. അതായത് സെമി സർക്കിൾ, ഇതാണ് സെമി സർക്കിൾ അല്ലേ. അപ്പൊ സെമി സർക്കിളിൽ ഒരു ആംഗിൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്, റൈറ്റ് ആംഗിൾ ആണെന്നാണ് പറഞ്ഞു. ക്ലിയർ ആയോ? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾ എങ്ങനെയാണ്, റൈറ്റ് ആംഗിളിന്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് വേറെ കാര്യമുണ്ട്. നമ്മൾ ഇതിനകത്തൊരു പോയിന്റ് ഇട്ടാൽ, ഈ സർക്കിൾ ഓൺ എ സർക്കിൾ, അതായത് സർക്കിൾ വൃത്തത്തിനകത്തൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് റൈറ്റ് ആംഗിൾ ആണ് നമ്മൾക്ക് പറഞ്ഞു. ശരിയല്ലേ? ഇനി പുറത്തൊരു പോയിന്റ് ഇട്ടല്ലോ, പുറത്തൊരു പോയിന്റ് ഇട്ടു. ഇവിടെ ഞാൻ നേരത്തെ ഇട്ട പോയിന്റിന് ഞാൻ ഇവിടെ C എന്ന് പേര് കൊടുത്തു കേട്ടോ. ഇനി പുറത്ത് ഞാൻ P എന്ന് പേര് കൊടുത്തു. അപ്പൊ അവിടെ നമ്മൾ യോജിപ്പിച്ച് നോക്കണം. ഇത് പുറത്തോട്ട് വന്ന് യോജിപ്പിച്ചു. അപ്പൊ ഈ ആംഗിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 90യിൽ കുറവായിരിക്കും. എന്തായിരിക്കും, 90യിൽ കുറവായിരിക്കും. 90 ഡിഗ്രിയിൽ അത് കുറവായിരിക്കും. അങ്ങനെ ഒരു ആംഗിളിന് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ, അക്യൂട്ട് ആംഗിൾ. സ്വാഭാവികമായും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, അകത്തൊരു പോയിന്റ് ഇട്ടാലോ, ഇനി ഇൻ ദ സർക്കിൾ അകത്തൊരു പോയിന്റ് ഇട്ടാലോ, നമുക്ക് അത് വിട്ട് നോക്കാം. അകത്തെ ആ പോയിന്റിനെ ഞാൻ Q എന്ന് കൊടുത്തു. അപ്പൊ Q എന്ന് പറയുന്ന അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. ആ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറയാം, അത് മോർ ദാൻ 90 ആയിരിക്കും. എന്തായിരിക്കും, മോർ ദാൻ 90.
അതിനൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോയിന്റ് ഓൺ ദ സർക്കിൾ, അതായത് വൃത്തത്തിനകത്താണെങ്കിൽ, അല്ലെങ്കിൽ സോറി വൃത്തത്തിലാണെങ്കിൽ എന്താണ് അത്? റൈറ്റ് ആംഗിൾ ആണ്. അത് വൃത്തത്തിന് പുറത്താണെങ്കിൽ അത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അതിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. തൊട്ട് അടുത്ത പറഞ്ഞത് സർക്കിളിന് അകത്താണ് പോയിന്റ് എങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, എല്ലാവരും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിലെ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് റൈറ്റ് ആംഗിൾ ആണ്. ഇനി അതേ ഡയമീറ്ററിന്റെ 2 പോയിന്റ് പുറത്ത്, അതായത് സർക്കിളിന്റെ വെളിയിൽ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. അത് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ സർക്കിളിനകത്താണ് നമ്മൾ പോയിന്റ് ഇട്ടിരിക്കുന്നെങ്കിൽ ആ പോയിന്റിലേക്ക് നമ്മൾ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് മോർ ദാൻ 90, അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആംഗിൾ ആണ്. അതിന് പറയുന്ന പേര് ഒബ്റ്റ്യൂസ് ആംഗിൾ. നമുക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ചോദ്യം പരിചയപ്പെടാം. എ സർക്കിൾ ഈസ് ഷോൺ drawn with AB as diameter. നമ്മൾ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 ട്രയാങ്കിൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ്ട് നോക്കി, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു 80 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു 100 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ AB കണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു നോക്കിക്കേ. ഇവിടെ നമ്മൾ AB ഡയമീറ്റർ ആയി വരുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് CDE റിലേറ്റഡ് ടു സർക്കിൾ. നമ്മൾ സർക്കിൾ പഠിച്ചല്ലോ, സർക്കിൾ നമ്മൾ ഒന്നാമത്തെ തിയറം പഠിച്ചല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ CDE എന്നീ പോയിന്റുകൾ, അതായത് C നടക്കുന്നു, D എന്ന് പറയുന്ന പോയിന്റ് നടക്കുന്നു, E എന്ന് പറയുന്ന പോയിന്റ് നടക്കുന്നു. അതിന്റെയൊക്കെ പൊസിഷൻ എവിടെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, AB എന്തായിരിക്കണം? ഡയമീറ്റർ ആയിരിക്കണം. AB എന്തായിരിക്കണം? ഡയമീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഈ AB ഒരു ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോ ഈ D എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, D എന്ന് പറഞ്ഞാൽ ഓൺ ദ സർക്കിൾ. D എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. കാരണം എന്താ? അത് റൈറ്റ് ആംഗിൾ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു, ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിലെ, അത് ഓൺ ദ സർക്കിളിലെ ഒരു പോയിന്റിലോട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ അവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ D എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ E എന്ന് പറയുന്ന പോയിന്റ് അതെവിടെയായിരിക്കും? അത് 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള, അതായത് അക്യൂട്ട് ആയിട്ടുള്ള ആംഗിൾ ആണ്. 80 ഡിഗ്രി ഉള്ളൂ. D എന്ന് പറയുന്നത് അവിടെ എത്ര അക്യൂട്ട് ആംഗിൾ ആണ്? അവിടെ 80 ഡിഗ്രി ഉള്ളു. എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ. എന്തായിരിക്കും? ഔട്ട്സൈഡിലായിരിക്കും, അതായത് പുറത്തായിരിക്കും. കാരണം എന്താ? അക്യൂട്ട് ആംഗിൾ സർക്കിളിന്റെ പുറത്തേക്ക് പോകുമെന്ന് നമ്മൾ പഠിച്ചു. അതായത് AB എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ്, E എന്ന് പറയുന്ന ആംഗിൾ, അവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ E എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് പുറത്തായിരിക്കും. അക്യൂട്ട് ആംഗിൾ ആണത്. അതുപോലെ തന്നെ നമുക്ക് C എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ പറയാം. C എന്ന് പറയുന്ന പോയിന്റ് അവിടെ എത്രയാണ് ആംഗിൾ വന്നിരിക്കുന്നത്? 100 ഡിഗ്രിയാണ്. അതെന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ. കാരണം എന്താ? അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അതെന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. കാരണം എന്താ? 90 ഡിഗ്രി കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ്? D എന്ന് പറയുന്ന പോയിന്റ് അവിടെ റൈറ്റ് ആംഗിളിന്റെ സിമ്പിൾ ഉണ്ട്. അതുകൊണ്ട് D എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും. അതുപോലെ E എന്ന് പറയുന്ന പോയിന്റ് അവിടെ നോക്കിക്കേ, അവിടെ ആംഗിൾ വന്നിരിക്കുന്നത് 80 ഡിഗ്രിയാണ്. അത് അക്യൂട്ട് ആംഗിൾ ആണ്. അതെന്താണ്? സർക്കിളിന് പുറത്തായിരിക്കും. അതുപോലെ തന്നെ C എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കുക, അവിടെ ആംഗിൾ വന്നിരിക്കുന്നത് 100 ഡിഗ്രിയാണ്. അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. പരീക്ഷയ്ക്ക് ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുക. ഡയറക്ട്ലി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ പഠിച്ച തിയറംസിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇത് ഒരു മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പം നമ്മൾ ചോദ്യം ആദ്യം വായിച്ചു നോക്കുക, അതിനനുസരിച്ച് നമ്മുടെ തിയറവുമായി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവർ പറയുന്നത്. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ, ഈ
ക്വാഡ്രിലാറ്ററൽ നിങ്ങളുടെ മുമ്പിലുണ്ട്, ഈ ചതുർഭുജം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിന് ഡയഗണൽ, അതിന്റെ ഡയഗണലിന്റെ കാര്യം പിന്നീട് നമുക്ക് നോക്കാം. ചെക്ക് ദ വെദർ ദ കോർണേഴ്സ് are inside or outside the circle with that diagonal as diameter. ഇതിന് എല്ലാത്തിനും എല്ലാ ഡയഗണലും നമ്മൾ വരയ്ക്കേണ്ടി വരും. അതായത് വ്യാസങ്ങളെല്ലാം നമുക്ക് വരയ്ക്കാം. അങ്ങനെ വരുമ്പോൾ അപ്പുറം ഇപ്പുറം രണ്ട് ആംഗിൾസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കൊടുക്കുക. ഈ ഡയഗണൽ നമ്മൾ വരച്ചു. അപ്പൊ ഈ ഡയഗണൽ എന്താണ്? ഈ ഡയഗണൽ, ഈ വ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡയമീറ്റർ ആക്കിയിട്ട് എന്ത് ചെയ്യണം? സർക്കിൾ വരണം. ഈ വ്യാസം, അതായത് ഈ ഡയഗണല് ഡയമീറ്റർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ സർക്കിൾ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ്, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇതിന്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതിനൊരു പേര് കൊടുക്കാം. ഇതിന് PQ എന്ന് കൊടുക്കാം. ഇതാ, അപ്പോൾ PQ എന്ന് കൊടുത്തു. PQ ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 110 എന്ന് പറയുന്ന പോയിന്റ് അതിന് ഞാൻ 6S എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം, ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സർക്കിളിന്റെ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്? നമുക്കറിയാം ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, ശരിയല്ലേ? അപ്പൊ എന്തായിരിക്കും ഇത്? ഇൻസൈഡ് ദ സർക്കിൾ. അതായത് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്ന പോയിന്റ് അത് വരുമല്ലോ, അത് ഇപ്പുറത്തെ സൈഡിൽ. ഇത് ഡയമീറ്റർ, ഇതാണ് ഡയമീറ്റർ, അടിയിലും വരും. ഇതാണ് ഈ 105 എന്ന് പറയുന്ന, അതായത് R എവിടെ ആയിരിക്കും? R എത്രയുണ്ട്? 105 ഉണ്ട്. അപ്പൊ അതും എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അതും തന്നെ ആയിരിക്കും ഇൻസൈഡ് ദ സർക്കിൾ. ഇനി അടുത്ത ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ 6S എന്നുള്ള അത് നമുക്ക് യോജിപ്പിച്ച ഒരു ഡയഗ്രാം വരയ്ക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ P എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇതിന്റെ സം എന്തായിരിക്കും? 360 ആയിരിക്കും. 360 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിനകത്ത് ലെസ് ചെയ്താൽ മതി. എത്രയാണ്? 105, 55, 160, 260, 270. അതിന് 360 ലെസ് ചെയ്യുമ്പോൾ ഇവിടെ 90 വരും. അപ്പൊ നമുക്ക് ഇവിടെ ഡയമീറ്റർ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? RS. അതായത് RS എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഡയമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ RS വരുമ്പോൾ ഈ പോയിന്റ് എവിടെയായിരിക്കും? RS ഡയഗണൽ ആയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ പോയിന്റ്, അതായത് P എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? P എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ നമുക്കറിയാം ഓൺ ദ സർക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി Q എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്, താഴെയാണെങ്കിൽ Q എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? Q എന്ന് പറയുന്ന ആംഗിൾ അവിടെ എത്രയാണ്? 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രിയാണ്. എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. അത് ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഡയഗണൽസും എന്തായിരിക്കണം? ഓരോ വികരണങ്ങളും എന്തായിട്ട് വരയ്ക്കണം? ഒരു സർക്കിൾ ആയിട്ട് വരണം. ഓരോ വികരണങ്ങളും ഡയമീറ്റർ ആയിട്ട്, അതായത് വ്യാസമായി വരുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം ഏതാണ് വേണ്ടത്? PQ ആണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കാം. അതുകൊണ്ട് PQ ആണ് ഞാൻ ആദ്യം എടുത്തത്. PQ ഡയമീറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ S എവിടെയായിരിക്കും? R എവിടെയായിരിക്കും? ഓക്കെ, S എന്ന് പറയുന്നത് എന്താണ്? അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അത് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. അപ്പോൾ പിന്നീട് R എന്ന് പറയുന്ന പോയിന്റോ അത് 105 ആണ്. അതും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പോൾ സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ഡയഗണൽ ഏതാണ്? RS എന്നുള്ള ഡയഗണൽ ആയിരിക്കും. അങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ P എന്ന് പറയുന്ന പോയിന്റ് അവിടെ 90 ആണ്. 90 വന്നത് എങ്ങനെയാണ്? ഈ മൂന്ന് ആംഗിൾസിന്റെ സമ്മ് 360 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? അവിടെ 90 വരും. ആ 90 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. കാരണം അവിടെ 90 ഡിഗ്രി ആണ്. ഇനി താഴേക്ക് വന്നാൽ അവിടെ 55 ഡിഗ്രി ഉണ്ട്. 55 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. അത് എവിടെ പോകും? ഔട്ട്സൈഡ് ദ സർക്കിൾ, അതായത് സർക്കിളിന്റെ ഉള്ളിൽ പോകും. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ തിയറമാണ് ഇപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത്. എന്താണ്? ഡയമീറ്ററും ഒരു സർക്കിളിലെ ഒരു പോയിന്റും തമ്മിലുള്ള ആ ഒരു ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ആംഗിളിന്റെ പ്രത്യേകതകളും ഔട്ട്സൈഡ് ദ സർക്കിൾ, ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു തിയറമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്. പിന്നെ ഹൈഹോപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.